സ്വാഗതം. എത്രയൊക്കെ നവീകരിക്കപ്പെട്ടാലും പരാതികൾ ഒഴിയാത്ത വിഭാഗമാണ് പോലീസ്. ആഭ്യന്തര പോലെ ഭരണകർത്താക്കൾക്ക് ഇത്രയേറെ തലവേദന സൃഷ്ടിക്കുന്ന മറ്റൊരു വകുപ്പും ഉണ്ടായിട്ടില്ല. ബ്രിട്ടീഷ് ഭരണകാലത്തെ നീതി സംഹിതകളിൽ നിന്ന് കാലാനുസൃതമായ മാറ്റങ്ങൾ കേരള പോലീസിൽ വന്നിട്ടുണ്ടെങ്കിലും പഴിക്കും പ്രാക്കിനും ഇപ്പോഴും ഒരു കുറവുമില്ല. പോലീസ് സേനയിലെ അതിക്രമങ്ങളുടെയും പിടിപ്പുകേടിന്റെയും പേരിൽ 1957 EMS സർക്കാർ മുതൽ 2024 പിണറായി സർക്കാർ വരെ പ്രതിക്കൂട്ടിലായതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഉരുട്ടിക്കൊലയും കസ്റ്റഡി കൊലപാതകവും മുതൽ കവർച്ചപ്പങ്ക് പറ്റിയതിന്റെ പേരിൽ വരെ പോലീസ് സേന നാണം കെട്ടതിന് കയ്യും കണക്കുമില്ല. കുറ്റാന്വേഷണ മികവിന്റെ പേരിലും മെച്ചപ്പെട്ട ക്രമസമാധാന പാലനത്തിന്റെ പേരിലും ലോകം അംഗീകരിക്കുമ്പോൾ തന്നെയാണ് ചെറിയ ന്യൂനപക്ഷമെങ്കിലും സേനയുടെ ആത്മവീര്യം ഊറ്റിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രം പരിശോധിച്ചാൽ ആഭ്യന്തര വകുപ്പിന് സ്വതന്ത്ര മന്ത്രി ഉണ്ടായിരുന്ന കാലങ്ങളിലാണ് സംസ്ഥാനത്ത് മികച്ച ഭരണം സാധ്യമായതെന്ന് കാണാനാകും. 1957 ആദ്യ സർക്കാരിന്റെ തുടക്കത്തിൽ പൊതുഭരണത്തിനൊപ്പം ആഭ്യന്തരവും EMS നമ്പൂതിരിപ്പാടിന്റെ കയ്യിലായിരുന്നു. രണ്ട് വകുപ്പും ഒരു നടക്ക് പോകില്ലെന്ന തിരിച്ചറിവിൽ ദിവസങ്ങൾക്കകം നിയമമന്ത്രി VR കൃഷ്ണയ്യരെ ആഭ്യന്തര വകുപ്പ് ഏൽപ്പിക്കുകയായിരുന്നു EMS ചെയ്തത്. പട്ടംതാണു പിള്ളയുടെ നേതൃത്വത്തിൽ വന്ന രണ്ടാം മന്ത്രിസഭയിൽ PT ചാക്കോ ആയിരുന്നു ആഭ്യന്തരമന്ത്രി. 1969 C അച്യുതമേനോൻ മന്ത്രിസഭയിൽ CH മുഹമ്മദ് കോയയായിരുന്നു ആഭ്യന്തരമന്ത്രി. 1977 K കരുണാകരൻ മുഖ്യമന്ത്രി പദത്തിലെത്തിയപ്പോൾ KM മാണി ആഭ്യന്തരമന്ത്രിയായി. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ ഏറുന്നതിന് മുൻപ് വരെ മിക്ക മന്ത്രിസഭകളിലും ആഭ്യന്തര വകുപ്പിന് പ്രത്യേക മന്ത്രിമാരുണ്ടായിരുന്നു. TK രാമകൃഷ്ണനും ഉമ്മൻചാണ്ടിയും വയലാർ രവിയും കോടിയേരി ബാലകൃഷ്ണനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ മികച്ച രീതിയിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്ത വകുപ്പായിരുന്നു അത്. പൊതുഭരണത്തിന് പുറമെ മറ്റു വകുപ്പുകൾ കൂടി കീഴിൽ വരുമ്പോൾ അവയിൽ പലതിനും വേണ്ട ശ്രദ്ധ നൽകാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്നത് കാലങ്ങളായുള്ള പരാതിയാണ്. വിവര സാങ്കേതിക വിദ്യയും ആസൂത്രണവും പരിസ്ഥിതിയും പോലുള്ളവ മുഖ്യമന്ത്രി വഹിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ആഭ്യന്തരം പോലെ അതിപ്രധാന വകുപ്പുകൾക്ക് സ്വതന്ത്ര മന്ത്രി എന്നതാണ് അഭിലഷണീയം. മുഖ്യമന്ത്രിയുടെ കഴിവുകേടല്ല ആഭ്യന്തര വകുപ്പിൻ കുത്തഴിയുന്നതിന് കാരണം. ഭരണത്തലവൻ എന്ന നിലയിൽ 100,000 പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനൊപ്പം ക്രമസമാധാന ചുമതല കൂടി തലയിൽ ഏറ്റാൻ ആവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പൗരാവകാശങ്ങളെക്കുറിച്ചുള്ള അവബോധം ലോകം ഒട്ടുക്കുമുള്ള സേനകളെ അട്ടിമുടി നവീകരിക്കുന്ന കാലം കൂടിയാണിത്. ജനമൈത്രി പോലീസ് ഉൾപ്പെടെ നമ്മുടെ സേനയിലും കാതലായ മാറ്റങ്ങൾ വരുന്നു എന്നത് ശ്ലാഘനീയം തന്നെ. ഇടിമുറികളും കപ്പടാമീശയും ഗോപുരത്തൊപ്പിയും വിടർത്തി നിന്ന ട്രൗസറുമൊക്കെ അപ്രത്യക്ഷമായെങ്കിലും ചില പോലീസ് ഓഫീസർമാരിലെങ്കിലും പഴയ ബാധ മായാതെ കിടക്കുന്നുണ്ട്. കാലത്തിന് നിരക്കാത്ത പ്രാകൃതത്വത്തിൽ നിന്ന് മുക്തരാകാൻ ചിലർക്കൊക്കെ വല്ലാത്ത മടിയാണ്. ആ ജനസിൽപ്പെട്ടവരാണ് കഴിഞ്ഞ ദിവസം ലജ്ജയില്ലാതെ അങ്കമാലിയിലെ ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ വിരുന്നുണ്ണാൻ പോയ DYSPയും സഹപ്രവർത്തകരും. അതേ ജനിതക ഘടന പേർന്നയാളാണ് തൃശൂർ രാമവർമ്മപുരത്തെ പോലീസ് അക്കാദമിയിൽ സഹപ്രവർത്തകർക്കു നേരെ ലൈംഗികാതിക്രമണത്തിന് മുതിർന്നതും. ഒറ്റപ്പെട്ടതായാൽ പോലും പോലീസിന്റെ ജനകീയ മുഖത്തെ ഇത്തരം സംഭവങ്ങൾ വികൃതമാക്കും എന്നത് ഒളിച്ചു വച്ചിട്ടൊരു കാര്യവുമില്ല. അതേ പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ട മറ്റൊരു വിഷയമാണ് പോലീസുകാരുടെ ജോലി സമ്മർദ്ദം. ഈ കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾക്കിടെ മെഡിക്കൽ ലീവ് പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥ പോലീസ് ഓഫീസർമാരിൽ ചിലരെയെങ്കിലും ആത്മഹത്യാ മുനമ്പിലേക്ക് എത്തിക്കുന്നു എന്നതും മറന്നുകൂടാ. ആഴ്ചയിൽ ഒരു ദിവസത്തെ ഓഫ് പോലും എടുക്കാനോ അത്യാവശ്യത്തിന് അവധിയെടുക്കാനോ ആകാത്ത വിധം സമ്മർദ്ദമുണ്ട് പോലീസുകാർക്ക്. സേനയുടെ മനസ്സംഘർഷം ലഘൂകരിക്കുന്നതിന് രൂപവൽക്കരിച്ച ഹാറ്റ്സ് അഥവാ ഹെൽപ്പ് ആൻഡ് അസിസ്റ്റന്റ് ടു ടാക്കിൾ സ്ട്രെസ് 2017 മുതൽ 2023 വരെ ചികിത്സ തേടിയെത്തിയത് 6031 പേരാണ് എന്നാണ് പോലീസ് സേനയിൽ നിന്നും തന്നെയുള്ള കണക്ക്. മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വിഭാഗം പരിഹാരത്തിന് ചികിത്സ തേടുമ്പോൾ മറ്റു ചിലർ ആത്മഹത്യകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതും എടുത്തു പറയേണ്ട ഒന്നാണ്. ജനമൈത്രി, ജാഗ്രതാ സമിതി, ശിശു സൗഹൃദ പോലീസ് തുടങ്ങിയ ഒട്ടേറെ മികവാർന്ന പദ്ധതികൾ സേന ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നടപ്പിലാക്കുവാനുള്ള മനുഷ്യവിഭവ ശേഷി പോലീസിൽ ഇല്ല. AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യ സകല മേഖലകളിലും ജോലിഭാരം കുറയ്ക്കുമ്പോൾ പോലീസിലെ അനുഭവം മറിച്ചാണ്. ഗതാഗത നിയന്ത്രണത്തിന് ഓട്ടോമാറ്റിക് സിഗ്നലും നിയമലംഘനങ്ങൾ കണ്ടെത്താൻ AI ക്യാമറയുമൊക്കെ വന്നപ്പോഴും ട്രാഫിക് പോലീസിന്റെ ജോലിഭാരം കൂടിയിട്ടേ ഉള്ളൂ. വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരാണ്
പുതുതായി പോലീസിലെത്തുന്നത്. ഇവർക്ക് മികച്ച പരിശീലനം നൽകിയാൽ സൈബർ ക്രൈം കേസുകൾ കാര്യക്ഷമമായ അന്വേഷണം നടത്തുവാനും കഴിയും. സംസ്ഥാനത്ത് ആംഡ് പോലീസും സിവിൽ പോലീസും തമ്മിൽ അനുപാതം പുനഃക്രമീകരിക്കുകയും അതുവഴി സിവിൽ പോലീസിന്റെ എണ്ണം വർദ്ധിപ്പിച്ച് സ്റ്റേഷനുകളിലെ ജോലിഭാരം കുറക്കുകയും ചെയ്യാം. പെറ്റി കേസുകൾക്ക് കോട്ട നിശ്ചയിക്കുന്നത് കാലങ്ങളായി കേരള പോലീസിലെ അലിഖിത നിയമമാണ്. എന്നും രാവിലെ 8-നുള്ള സാട്ടവിളിയും പോലീസുകാരുടെ പേടി സ്വപ്നമാണ്. കേസുകളുടെ എണ്ണം കുറയുമ്പോൾ വയർലെസ് വഴി മേലുദ്യോഗസ്ഥർ നടത്തുന്ന രൂക്ഷ ശകാരവും പ്രാകൃതമെന്ന് പറയാതെ വയ്യ. സാധാരണ ജനങ്ങൾക്കുള്ള മാനസിക പിരിമുറുക്കം അവരുടെ ആരോഗ്യത്തെ മാത്രമാണ് ബാധിക്കുന്നതെങ്കിൽ സേനാംഗങ്ങളുടെ പിരിമുറുക്കം മൂലമുള്ള പെരുമാറ്റ ദൂഷ്യങ്ങൾ സമൂഹത്തിനെ ആകെ ബാധിക്കും എന്ന കാര്യം ഇവിടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതിനാൽ പൊതുജന സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം പോലീസിന്റെ മാനസിക സുരക്ഷ കൂടി ഉറപ്പുവരുത്താൻ സർക്കാർ തയ്യാറാവണം. ഈ പദ്ധതികളുടെയൊക്കെ നടത്തിപ്പിന് ആഭ്യന്തര വകുപ്പിന് പ്രത്യേക മന്ത്രി അനിവാര്യമാണ്. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഭാരം മാത്രമല്ല പഴിയും കുറയും.